നമസ്കാരം. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന തലവന്മാരും എന്നെങ്കിലും കേട്ടാൽ കേൾക്കട്ടെ എന്ന പ്രതീക്ഷയോടെ പോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ഞാൻ RJ സൂരജ് ദോഹയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഒരു കണ്ണൂരുകാരനാണ്. സാർ, എനിക്ക് സംസാരിക്കാനുള്ളത് കേരളത്തിലെ അഭ്യസ്തവിദ്യരായ ഒരു സംഘം ഭിക്ഷക്കാരെ പറ്റിയിട്ടാണ്. സർ, ഞാനടക്കമുള്ള പ്രവാസികൾ 1-2 വർഷം കൂടുമ്പോൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ വന്നിറങ്ങാറുണ്ട്. ഇത്തരത്തിലുള്ള എയർപോർട്ടുകളിൽ മേൽപ്പറഞ്ഞ അഭ്യസ്തവിദ്യരായ ഭിക്ഷക്കാരുടെ ശല്യം വളരെ രൂക്ഷമാണെന്ന് വ്യസന സമേതം അറിയിച്ചുകൊള്ളട്ടെ. എന്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ആഴ്ച കാലിക്കറ്റ് എയർപോർട്ടിൽ വെച്ചിട്ട് നേരിട്ട ഒരു ദുരനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഞാനിപ്പോ സംസാരിക്കുന്നത്. എന്റെ ഒരു സുഹൃത്ത് ഒരുപാട് കാലത്തെ ആഗ്രഹത്തിനൊടുവിൽ സാധിച്ചെടുത്ത ഒരു വലിയ സാമാന്യം കൊള്ളാവുന്ന ഒരു വലിയ TV ആയിട്ട് കഴിഞ്ഞ ആഴ്ച കാലിക്കറ്റ് എയർപോർട്ടിൽ വന്നിറങ്ങുകയുണ്ടായി. 49 ഇഞ്ച് സാംസങ്ങിന്റെ കേർവ്ഡ് കളർ TV ആയിരുന്നു പുള്ളി കൊണ്ടുവന്നത്. ഈ പ്രസ്തുത TV എയർപോർട്ടിന് പുറത്തേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഒരു ഭിക്ഷക്കാരന് 25,000 രൂപ പേഴ്സണലായിട്ട്, അതായത് കൈക്കൂലിയായിട്ട് കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ട ഒരാളെ കാണുകയുണ്ടായി. ഇപ്പൊ സാറിന് മനസ്സിലായി കാണും ആരെയാണ് ഭിക്ഷക്കാരൻ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. കേരളത്തിലെ എയർപോർട്ടുകളിലുള്ള വളരെ ചുരുക്കം വരുന്ന ചില കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഭിക്ഷക്കാരൻ എന്ന ആ ഒരു ഉപമ ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം അവരുടെ പെരുമാറ്റം കാണുമ്പോൾ ഇവർക്ക് ഗവൺമെന്റിൽ നിന്ന് ശമ്പളമൊന്നും കിട്ടുന്നില്ല, കേന്ദ്ര ഗവൺമെന്റ് ഇവർക്ക് ഒന്നും കൊടുക്കുന്നില്ല. പകരം ഇവര് പ്രവാസികളെ പിഴിഞ്ഞ് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ ജോബ് കോൺട്രാക്റ്റിൽ നിഷ്കർഷിച്ചിട്ടുള്ളത് എന്ന് വരെ ചിന്തിച്ചു പോവാണ് സാർ. അഥവാ ഇവർക്ക് ഗവൺമെന്റിൽ നിന്ന് ശമ്പളമൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ ദയവായിട്ട് കേരള ഗവൺമെന്റെങ്കിലും ഇവരുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ ചെലുത്തണം എന്നുള്ള ഒരു അപേക്ഷ കൂടി മുന്നോട്ട് വെക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റിന് ഇവർക്ക് ശമ്പളമൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. ഓരോ എയർപോർട്ടിലും ഉദ്യോഗസ്ഥ സഹായ നിധി എന്ന പേരിൽ ഓരോ ബോക്സ് വെച്ച് കഴിഞ്ഞാൽ കാശുള്ള പ്രവാസികളും ഓരോ എയർപോർട്ടിലും വന്നിറങ്ങുന്നുണ്ട്. അവർക്ക് തോന്നുന്ന പോലെ ഒന്ന് സഹായിച്ചോട്ടെ. അവർ വിചാരിച്ചാൽ തന്നെ ഇവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റുന്നതേ ഉള്ളൂ, അത്രക്ക് വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ. പക്ഷേ പാവങ്ങളായിട്ടുള്ള പ്രവാസികളുടെ കുത്തിന് പിടിക്കുന്ന രീതി ഒന്ന് അവസാനിപ്പിച്ച് തരാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു പ്രവാസികാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി എന്ന നിലയിൽ താങ്കൾക്ക് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്നായിരിക്കും അത്. അതുപോലെ ഇത്തരത്തിലുള്ള വളരെ ചുരുക്കം ചെന്ന മലയാളികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ് മലയാളികളോട് ഇത്ര മോശമായിട്ട് പെരുമാറുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അപ്പൊ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ നിലക്ക് നിർത്താൻ തലപ്പത്തുള്ള ആൾക്കാരെങ്കിലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ മാറ്റത്തിന്, വലിയ നല്ല ഒരു മാറ്റത്തിന് പ്രേരണയാവും എന്നുള്ള ഒരു ആശയം കൂടി മുന്നോട്ട് വെക്കുകയാണ്. ഇപ്പോ ഇത് കേൾക്കുന്നത് ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ഒരിക്കലും സാർ നിങ്ങൾക്ക് ഞങ്ങളോടുള്ള ദേഷ്യം ഇരട്ടിയാവാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. ഞങ്ങളുടെ ഒരു അവസ്ഥയാണ് പറയുന്നത്. നല്ല ഒരു TV നാട്ടിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അയാൾ കോടീശ്വരനായതുകൊണ്ടായിരിക്കണം എന്നില്ല. ഒരുപാട് കാലത്തെ സ്വപ്നം സാധീകരിച്ചിട്ട് കൂട്ടിവെച്ച പൈസ കൊണ്ട് ഒപ്പിച്ചെടുക്കുന്ന ഒരു TV ആയിട്ടായിരിക്കും വരുന്നത്. നാട്ടിലേക്ക് വരുമ്പോൾ വലിയ സമ്മാനങ്ങൾ കൊണ്ട് വരണം എന്നുള്ളത് ഓരോ പ്രവാസിയുടെയും സ്വപ്നമാണ്. അത്തരത്തിലുള്ള ഒരു സ്വപ്നം സാധീകരിച്ചിട്ട് വരുമ്പോ അയാളോട് ഉളുപ്പില്ലാതെ കൈക്കൂലി ഇറന്ന് വാങ്ങുക എന്ന് പറയുമ്പോ സ്വന്തം നാട്ടിലേക്ക് വരുമ്പോഴുള്ള പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെയാണ് ആ ഒരു ഗേറ്റിന് തൊട്ടിപ്പുറത്ത് വെച്ചിട്ട് തല്ലിക്കെടുത്തുന്നത്. ഒരു പ്രവാസിയുടെ മനോവീര്യം കെടുത്തുന്ന സമീപനമാണത്. കാരണം പല പ്രവാസികളും 4-5 മാസം കൂടിയിട്ട് കാല് പിടിച്ച് കരഞ്ഞിട്ടാണ് ചിലപ്പോൾ ശമ്പള കുടിശ്ശികയൊക്കെ തീർത്ത് കിട്ടുന്നത്. അങ്ങനെ തീർത്ത് കിട്ടുന്ന കാശ് കൊണ്ടായിരിക്കും നാട്ടിലേക്ക് ഒരുപാട് പ്രതീക്ഷകളും സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരെയും ചിരിക്കുന്ന മുഖങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് വരുന്നത്. അങ്ങനെ നാട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ അയാളെ 1-2 മണിക്കൂർ എയർപോർട്ടിൽ തടഞ്ഞു വെച്ചിട്ട് ടോർച്ചർ ചെയ്യാന്ന് പറയുന്നത് വളരെ മനോവീര്യം കെടുത്തുന്ന ഒരു രീതി തന്നെയാണ്, ഒരു സമീപനമാണ് ഞങ്ങൾ കാണുന്നത് എന്നുള്ളത് കൂടി ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങളുടെ അപ്രോച്ചിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾക്ക് അത് കാരണമാകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ എന്റെ സുഹൃത്ത് തന്നെ കൈക്കൂലി ഇറന്നു വാങ്ങുന്ന ഉദ്യോഗസ്ഥനെ കണ്ട് മനമെടുത്തപ്പോ പറഞ്ഞു, സാർ എനിക്ക് കൈക്കൂലി തരാൻ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യും, 36% ടാക്സ് ആണല്ലോ, അത് എഴുതി തന്നേക്കും, ഞാൻ അത് അടച്ചോളാം എന്ന് പറഞ്ഞപ്പോ അതിന്റെ കൂടെ ഒരു ഡയലോഗ് കൂടി പറഞ്ഞു, അതായത് നിങ്ങളുടെ ID ഡീറ്റെയിൽസ് കൂടി എനിക്കൊന്ന് തരണം എന്ന ഒരു വാചകം കൂടി പറഞ്ഞതിന്റെ പേരിൽ ഈ നേരം വരെ ആ TV കാലിക്കറ്റ് എയർപോർട്ടിന് പുറത്തേക്ക് പോയിട്ടില്ല. അതവിടെ തടഞ്ഞു വെച്ചിട്ടുള്ളത്. പോരാത്തതിന് എന്റെ സുഹൃത്തിനെ ഒരുപാട് അസഭ്യ വർഷങ്ങളും നടത്തി, ഭീഷണിപ്പെടുത്തലും നടത്തി പറഞ്ഞു വിടുക ചെയ്തത്. ഇപ്പോ വെക്കേഷനുള്ള ഈ സുഹൃത്ത് ഒരുപാട് ദൂരെ നിന്ന് വീണ്ടും എയർപോർട്ടിൽ വന്നിട്ട് ഈ TVക്ക് വേണ്ടിയിട്ട് പുറകെ നടക്കേണ്ട അവസ്ഥയാണുള്ളത്. അപ്പൊ എത്രമാത്രം വന്നിറങ്ങുന്ന ഒരു പ്രവാസിയെ ടോർച്ചർ ചെയ്യുന്ന സമീപനമാണ് അവിടെ ഉണ്ടായിട്ടുള്ളതെന്ന് ചിലപ്പോ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയേക്കും. സാർ, ഒരുപാട് കാലം മാറി നിന്നിട്ട് സ്വന്തം നാട്ടിലേക്ക് വരുമ്പോഴുള്ള ആ ഒരു ഫീല് മനസ്സിലാവണമെങ്കിൽ മാറി നിൽക്കുക തന്നെ വേണം. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവും എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ, സമീപനത്തിലുള്ള ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ തന്നെ ഞങ്ങളെപ്പോലെ ഒരുപാട് കാലം കൂടിയിട്ട് നാട്ടിൽ വരുന്ന ആൾക്കാർക്ക് അത് വലിയ ഒരു സ്വാഗതം പോകുന്നതിന് തുല്യമായിരിക്കും. പൊതുജന സേവകരെന്നാണ് നിങ്ങളെ വിളിക്കാറുള്ളത്. നിങ്ങൾ പൊതുജനങ്ങളെ, ഞങ്ങളെ സേവിച്ചിട്ടില്ലെങ്കിൽ യാതൊരു പ്രശ്നമില്ല, ഉപദ്രവിക്കാതിരുന്നാൽ മതി.
അതുകൊണ്ട് തന്നെ ചെറിയ മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു. സമീപനത്തിലുള്ള ചെറിയ മാറ്റങ്ങൾ വലിയ നാളേക്കുള്ള നല്ല മാറ്റങ്ങളായിട്ട് പരിണമിക്കും എന്നുള്ള പ്രതീക്ഷയോടെ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആരെയും ദേഷ്യപ്പെടുത്താനോ വൈരാഗ്യം ഉണ്ടാക്കാനോ വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല, അവസ്ഥ പറയുന്നതാണ് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ബന്ധപ്പെട്ടവരുടെ കണ്ണു തുറക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.